പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലേക്ക്, ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക്, ഈ ഭദ്രാസന ദേവാലയത്തിൻ്റെ അഭിഷേകത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്നേ ദിനമുള്ള നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ഞാൻ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിക്കാം. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളെയും ഞാൻ സമർപ്പിക്കുന്നു. എഴുതിയും വിളിച്ചും പറയുന്ന ഓരോ നന്ദി പ്രകടനങ്ങളെയും കർത്താവിന് സമർപ്പിക്കുക. നിങ്ങളുടെ വീടിനെ, നിങ്ങളുടെ പറമ്പിനെ, നിങ്ങളുടെ വാഹനങ്ങളെ, നിങ്ങളുടെ മക്കളെ, അവരുടെ പഠനങ്ങളെ, പരീക്ഷകളെ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഞാൻ കർത്താവിന് സമർപ്പിക്കുക. നിങ്ങളെ ആകുലപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ നിയോഗങ്ങളെയും ഞാൻ കർത്താവിന് കൊടുക്കുക. പ്രിയപ്പെട്ട മക്കളെ, പൊട്ടാത്ത കെട്ടുകളില്ല. കാരണം കർത്താവാണ് ഈ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യം എഴുന്നള്ളിയിരിക്കുന്നത്. നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ഏത് കുരുക്കാണെങ്കിലും ഏത് ബന്ധനമാണെങ്കിലും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവയെല്ലാം പൊട്ടിപ്പോകുക. എല്ലാ ബന്ധനങ്ങളും ഇല്ലാതാകുക. നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ കടങ്ങൾ, നിങ്ങളുടെ കച്ചവട തടസ്സങ്ങൾ, നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ, നിങ്ങളുടെ മക്കളുടെ പഠനത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന കുരുക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുക. കർത്താവിൻ്റെ ശക്തി ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ വീടിനെ മുദ്ര ചെയ്യുക. നിങ്ങളുടെ പറമ്പിനെ ശുദ്ധീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുക. എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും നിങ്ങൾക്ക് മോചനം തരിക. നിങ്ങളുടെ ചെവികളുടെ മേലുള്ള കെട്ടഴിക്കുക. നിങ്ങളുടെ കണ്ണിൻ്റെ മേലുള്ള കെട്ടഴിക്കുക. നിങ്ങളുടെ തലച്ചോറിൻ്റെ മേലുള്ള കെട്ടഴിക്കുക. നിങ്ങളുടെ എല്ലിൻ്റെ മേലുള്ള ബന്ധനമഴിക്കുക. നിങ്ങളുടെ വയറിൻ്റെ മേലുള്ള ബന്ധനമഴിക്കുക. നിങ്ങളുടെ നെഞ്ചിൻ്റെ മേലുള്ള കെട്ടഴിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മേലുള്ള ഭാരങ്ങൾ കെട്ടുകൾ അഴിക്കുക. നിങ്ങളുടെ മുട്ടിൻ്റെ മേലുള്ള ബന്ധനമഴിക്കുന്നു. നിങ്ങളുടെ കാലിൻ്റെ മേലുള്ള കെട്ടഴിക്കുക. കർത്താവിൻ്റെ നാമത്തിലാണ്. നിങ്ങളുടെ പറമ്പിൻ്റെ മേലുള്ള ദോഷം മാറ്റുക. നിങ്ങളുടെ അയൽവാസികളിൽ നിന്നുള്ള ബന്ധനങ്ങൾ വിടുവിക്കുക. വഴി തർക്കങ്ങളുടെ മേൽ കർത്താവ് ഇടപെടാനായിട്ട് വിട്ടുകൊടുക്കുക. മുടങ്ങിക്കിടക്കുന്ന കച്ചവടങ്ങളെ യേശുനാമത്തിൽ എടുത്തു മാറ്റുക. അത് മുടങ്ങിക്കിടക്കുന്ന വിൽപ്പനകൾ യേശുനാമത്തിൽ കാര്യങ്ങളിൽ ഇടപെടുക. മുടങ്ങിക്കിടക്കുന്ന കല്യാണങ്ങൾ, മുടങ്ങിക്കിടക്കുന്ന ജോലികൾ, മുടങ്ങിക്കിടക്കുന്ന പല മേഖലകളിലുള്ള ബന്ധനങ്ങൾ യേശുനാമത്തിൽ വിടുവിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അത്ഭുത നാമമാ, യേശുവിൻ്റെ നാമമാ. യേശുവിൽ ആശ്രയിക്കുക. പരിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കുക. ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അതിശക്തമായൊരു അഭിഷേകം ഇന്ന് നിങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കടന്നു വരിക. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ ബന്ധനങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ രോഗങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ കടങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ വിൽപ്പന തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. ബിസിനസ്സിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ഇന്നേ ദിനം അതൊരു അഭിഷേകമായി മാറട്ടെ. ഇന്നേ ദിനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. ഇന്നേ ദിനം നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് ഏറ്റെടുക്കുന്നതിന് ഈ പ്രാർത്ഥന കാരണമാകട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള അഭിഷേകം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിറയട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറയട്ടെ. വീട്ടിലെ കലഹങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും സങ്കടങ്ങളും മദ്യത്തിൻ്റെയും ലഹരിയുടെയും കെട്ടുകൾ, കലഹത്തിൻ്റെ കെട്ടുകൾ, തെറ്റായ ബന്ധങ്ങളുടെ കെട്ടുകൾ, വ്യഭിചാരത്തിൻ്റെ ബന്ധനങ്ങൾ, കുടുംബം തകരുന്ന അവസ്ഥകൾ, നിരാശകൾ, ഒരാൾ പറയുന്ന വേറെ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ കെട്ടുകളെല്ലാം അഴിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ വിട്ടുമാറട്ടെ. ഉറക്കത്തിലെ ഞെട്ടലും ദുസ്വപ്നങ്ങളും, ഉറക്കത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. നിരന്തരമായ തലവേദനകൾ, നിരന്തരമായ ശാരീരിക വേദനകൾ, നിരന്തരമായ അസ്വസ്ഥതകൾ, നിരന്തരമായ കുടുംബ തകർച്ചകൾ, നിരന്തരമായ അപകടങ്ങൾ, നിരന്തരമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഇന്ന് അത്ഭുതം പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ യാത്രകൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ യേശു ഏറ്റെടുക്കട്ടെ. നിങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഫലദായകമായിട്ട് മാറട്ടെ. ഇന്നൊരു വലിയ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കട്ടെ. സാത്താനും അവൻ്റെ
തിന്മകളും യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. നിഗൂഢമായ കാര്യങ്ങളൊക്കെ വിട്ടുമാറട്ടെ. പുറത്തു പറയാൻ പറ്റാത്ത രോഗപീഠകൾ ഇന്ന് സൗഖ്യം പ്രാപിക്കുന്ന ദിവസമാണ്. നിങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റാത്ത പീഡകളും പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത കടങ്ങളും യേശുനാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. ഇവിടെ വന്ന് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ കത്തുകളിലൂടെ ഈ ഞങ്ങൾക്ക് അയച്ചു തരുന്ന എല്ലാ മക്കളുടെ ആ 5 നിയോഗങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എഴുതിയേക്കുന്ന ഓരോ നിയോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹദായകമായിട്ട് മാറട്ടെ, ഫലപ്രദമായിട്ട് മാറട്ടെ. ഒരു പോസിറ്റീവ് എനർജി, ഒരു അനുഗ്രഹത്തിൻ്റെ എനർജി, ഒരു അഭിഷേകത്തിൻ്റെ എനർജി ഇന്ന് നിങ്ങളിൽ വന്ന് വ്യാപിക്കട്ടെ. നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് ഒപ്പിയെടുക്കുക. നിങ്ങളുടെ ഹൃദയ നൊമ്പരങ്ങൾ കർത്താവ് ഒപ്പിയെടുക്കുക. നിങ്ങളുടെ നെടുവീർപ്പുകൾക്ക് ഉത്തരം കൊടുക്കുക. നിങ്ങളുടെ മക്കളുടെ സ്വഭാവങ്ങൾ നേരെയാകട്ടെ. നിങ്ങളുടെ മക്കളുടെ മേലുള്ള മദ്യവും ലഹരിയും വിട്ടുമാറട്ടെ. തിന്മകൾ വിട്ടുമാറട്ടെ. കുടുംബത്തിൻ്റെ മേലുള്ള ഭാരങ്ങൾ വിട്ടുമാറട്ടെ. തളർച്ചകൾ വിട്ടുമാറട്ടെ. മൊബൈൽ ഫോണിൻ്റെ ആസക്തികൾ വിട്ടുമാറട്ടെ. മറ്റു പല വിധത്തിലുള്ള ജഡികാസക്തികൾ വിട്ടുമാറട്ടെ. തിന്മയുടെ അരൂപികൾ വിട്ടുമാറട്ടെ. കലഹങ്ങൾ വിട്ടുമാറട്ടെ. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധനങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ കടന്നു വന്നിട്ടുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ജീവിത പങ്കാളികളുടെ ഇടയിലുള്ള ഭിന്നതകൾ, കലഹങ്ങളും മാറിപ്പോകട്ടെ. നിരാശ മാറട്ടെ. കല്യാണ തടസ്സങ്ങൾ നേരിടുന്ന മക്കൾക്ക് വിടുതൽ ലഭിക്കട്ടെ. നല്ല ജീവിത പങ്കാളികൾ ലഭിക്കട്ടെ. അവർക്കൊരു തുറവ് ലഭിക്കട്ടെ. ഒരു അഭിഷേകം ലഭിക്കട്ടെ. ആത്മാവിൽ നിറയട്ടെ. അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. പിശാച് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അനുഗ്രഹപ്രദമായ ഒരു വചനമാണ് കിട്ടിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം 29 വരെയുള്ള വചനങ്ങളിൽ അന്ധന്മാര് കർത്താവിൻ്റെ അടുത്തേക്ക് വരിക. നമ്മൾ പലപ്പോഴും നമ്മളിൽ അന്ധതയുണ്ട്. കണ്ണുണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, ചെവി ഉണ്ടായിട്ട് കേൾക്കാൻ പറ്റില്ല, ബുദ്ധി ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഈ സാഹചര്യങ്ങളാണ്. ഇവിടെ കാഴ്ച കിട്ടാൻ വേണ്ടി, ശരീരത്തിൻ്റെ കണ്ണെന്ന അവയവത്തിന് കാഴ്ച കിട്ടാൻ വേണ്ടി അന്ധന്മാര് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. കർത്താവ് അവരോട് ചോദിക്കുന്ന ചോദ്യമാണ് 32 മുതലുള്ള വചനങ്ങളിൽ പറയുന്നത്. യേശു അവിടെ നിന്ന് അവരെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്ത് തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇന്ന് ഡെലിവറൻസിൻ്റെ ഈ ശുശ്രൂഷയിലൂടെ ദിവ്യകാരുണ്യ ഈശോ ഇതിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളോട് ചോദിക്കുന്ന ചോദ്യമാണ്, മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് നിങ്ങളുടെ ചെവികളിൽ അത് മുഴങ്ങട്ടെ. ഈ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ വചനം മുഴങ്ങട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ വചനം മുഴങ്ങട്ടെ. നിരാശപ്പെട്ടിരിക്കുന്നവരെ, വിഷമിക്കുന്നവരെ, സങ്കടപ്പെടുന്നവരെ, ആകുലപ്പെട്ടിരിക്കുന്ന അമ്മമാരെ, ആകുലപ്പെട്ടിരിക്കുന്ന അപ്പന്മാരെ, ആകുലപ്പെട്ടിരിക്കുന്ന ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മക്കളെ, ഇതാ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈശോ ഇന്ന് ചോദിക്കുക. അന്ധന്മാര് ഈശോയോട് പറഞ്ഞു, അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ, ഞങ്ങൾക്ക് വഴികൾ തുറന്നു കിട്ടണം, ഒരു മാർഗം തുറന്നു കിട്ടണം, ഒരു കച്ചിത്തുറമ്പ് തുറന്നു കിട്ടണം. ജോലി തടസ്സമുള്ള മക്കള്, ചുണ്ടിനും കപ്പിനും ഇടയിൽ ജോലി വരും, അത് കിട്ടാതെ പോകുക. ഇന്ന് അവർക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടണം. അവരുടെ കാര്യങ്ങളിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണം. ചില പറമ്പിൻ്റെ കച്ചവടമൊക്കെ നടന്നില്ല എന്ന രീതിയിൽ വരുന്നു. അവിടെ ഒരു കച്ചിത്തുരുമ്പ് കിട്ടണം. കർത്താവേ, ഞങ്ങൾക്ക് ഈ കച്ചവടം നടന്നു കിട്ടണം. കർത്താവേ, ഞങ്ങളുടെ മകന് ജോലി കിട്ടണം. കർത്താവേ, ഞങ്ങളുടെ മകൾക്ക് ജോലി കിട്ടണം. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വിസ കിട്ടണം. കർത്താവേ, ഞങ്ങൾക്ക് സാമ്പത്തിക മേൽഗതി ഉണ്ടാകണം. കർത്താവേ, കലഹങ്ങൾ വിട്ടുമാറണം. കർത്താവേ, വഴി തർക്കങ്ങൾ ഇല്ലാതാകണം, പരിഹരിക്കപ്പെടണം. കർത്താവേ, ഞങ്ങളുടെ ഭവന നിർമ്മാണം നടക്കണം. കർത്താവേ, ഞങ്ങൾക്ക് വീട് ലഭിക്കണം. കർത്താവേ, കുഞ്ഞ് നന്നായി പഠിക്കണം. കർത്താവേ, ഭർത്താവിൻ്റെ മദ്യപാനം ഇല്ലാതാകണം. ഞങ്ങളുടെ മകളുടെ മദ്യപാനം ഇല്ലാതാകണം. ഞങ്ങളുടെ കുടുംബത്തിലെ ബന്ധനങ്ങൾ വിട്ടുമാറണം. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് തുറന്നു കിട്ടണം. യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. അവരും അവനെ അനുഗമിച്ചു. കർത്താവ് ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഉള്ളഴിഞ്ഞ് നിങ്ങളെ തൊടുക, നിങ്ങളെ സ്പർശിക്കുക, നിങ്ങളുടെ കണ്ണുനീര് ഏറ്റെടുക്കുക, നിങ്ങളുടെ നെടുവീർപ്പ് ഏറ്റെടുക്കുക. ഇനി കരയേണ്ട മക്കളെ, ഇനി നിരാശപ്പെടേണ്ട മക്കളെ, ഇനി തകരേണ്ട മക്കളെ നമുക്കായി ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച്
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പൈശാചിക ശക്തികളെ, ദുഷ്ടാരൂപികളെ, ദുഷ്ടശക്തികളെ, നാരകീയ ശത്രുക്കളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, നിങ്ങൾ ദുഷ്ടസംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെ ആയിരുന്നാലും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും എൻ്റെ പൗരോഹിത്യത്തിന്റെ കൃപയിൽ ഈ തിന്മകളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതും ദിവ്യകുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതുമായ ആത്മാക്കളിൽ നിന്നും ദൈവത്തിൻ്റെ സഭയിൽ നിന്നും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും പൈശാചിക ശക്തികളെ, രോഗാണുക്കളെ, തടസ്സങ്ങളെ, കടബാധ്യതകളെ, കച്ചവട തടസ്സങ്ങളെ, തിന്മയുടെ അരൂപികളെ, നിരാശകളെ, അകാരണ ഭയങ്ങളെ, ദുഃഖങ്ങളെ, കൊടുത്തരങ്ങളെ, മന്ത്രവാദങ്ങളെ, ആഭിചാരങ്ങളെ, സർപ്പദോഷങ്ങളെ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ, ശത്രുവിൻ്റെ കെണികളെ, വഴി തടസ്സങ്ങളെ, വഴി തർക്കങ്ങളെ, കള്ള കേസുകളെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൗശലക്കാരനായ സർപ്പമേ, മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്നതും തിരുസഭയെ ഞെരിക്കുന്നതിനുമുള്ള ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗോതമ്പ് മണി വരെ കൊഴിക്കുന്നതിനുമുള്ള നിന്റെ തുന്നിവ് ഇന്ന് അവസാനിക്കട്ടെ. നിന്റെ അഹങ്കാരത്തിൽ നീ ആരോടും നീയും സമനാണെന്ന് ഭാവിക്കുന്നുവോ, സാത്താനെ, അത്യുന്നതനായ ദൈവം നിന്നെ ബന്ധിക്കുന്നു, നിന്നെ ബഹിഷ്കരിക്കുന്നു, നിന്നെ ആട്ടിപ്പായിക്കുന്നു. ഈ മക്കളിൽ നിന്ന്, ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളിൽ നിന്ന്, അവരുടെ കുടുംബങ്ങളിൽ നിന്ന്, അവരുടെ നിയോഗങ്ങളിൽ നിന്ന്, അവരുടെ കുഞ്ഞുമക്കളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ ഞാൻ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. ഞാൻ നിന്നെ വിടുവിക്കുന്നു. കുരിശിന്റെ നിഗൂഢമായ ശക്തിയും ക്രിസ്തീയ വിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യവും നിന്നോട് ആജ്ഞാപിക്കുന്നു. സാത്താനെ, തിന്മകളെ, നാരകശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ ഈ വചനം കേൾക്കുന്ന മക്കളിൽ നിന്ന് വിട്ടുപോകണമെന്ന് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേൽ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇത് നിങ്ങൾ പറ്റുന്ന എത്രയും പേർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും പേർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഈ വചനം കേൾക്കാനായിട്ട് എല്ലാവരും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സാധ്യമെങ്കിൽ കോഴിക്കോടേക്ക് വരിക. കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി. ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്താണ്. അവിടെ വന്ന് രാവിലെ മുതൽ ഈശോനെ എഴുന്നള്ളിച്ച് വയ്ക്കും. വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ തീയിറങ്ങണ ശുശ്രൂഷ. പറ്റുന്ന മക്കളെല്ലാവരും സ്വാഗതം. തിരികെ പോകാനായിട്ട് നിങ്ങളെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും നിങ്ങളെ കൊണ്ടുപോയി ആക്കുന്നതാണ്. താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ഇവിടെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടുത്തുള്ളൊരു ധ്യാന കേന്ദ്രത്തിൽ താമസ സൗകര്യം ഒരുക്കുന്നതാണ്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.